എൻ്റെ സ്റ്റോറിക്ക് തേക്കൂക്ക് കഥാപാത്രമായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തേക്കൂക്കിനെ ഞാൻ മെയിൻ കഥാപാത്രമാക്കി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വോയിസ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. ഈ കഥ തുടങ്ങുന്നത് ഒരു ലൈബ്രറിയിൽ വെച്ചാണ്. അന്ന് ഞായറാഴ്ചയാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ ആ ലൈബ്രറിയിലേക്ക് കടന്നു വന്നു. അതായിരുന്നു നമ്മുടെ ഈ കഥയിലെ നായകൻ തേജ മാധവ്. അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി ഉടമസ്ഥൻ ഓടിച്ചെന്ന് തേജയെ വരവേറ്റു. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷമെല്ലാം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. തേജയോട് അയാൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കെ തേജയുടെ കണ്ണുകൾ പോയത് ആ മൂലയിൽ ഒറ്റയ്ക്കിരുന്ന് ബുക്ക് വായിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്കായിരുന്നു. അയാൾ ചോദിച്ചു, ആ പെൺകുട്ടി മാത്രം എന്താണ് അവിടെ ഒറ്റയ്ക്കിരുന്ന് ബുക്ക് വായിക്കുന്നത്? ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലെ ഓണർ പറയുകയുണ്ടായി ആ പെൺകുട്ടി മാത്രമാണ് അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടിയും തരാറ് കൂടിയില്ല. പിന്നെ ഞാനധികം സംസാരിക്കാൻ പോകാറില്ല. ഇതൊക്കെ കേട്ടതും തേജക്ക് കൗതുകമായി. ആരാണെന്ന് അറിയാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയതും പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുകയുണ്ടായിരുന്നു. ബുക്കുകളിൽ തളം കെട്ടി നിന്നു. ഇതൊക്കെ കണ്ടതും തേജക്കാക്കി വീണ്ടും കൗതുകം കൂടിക്കൊണ്ടിരുന്നു. ബുക്ക് വായിച്ച് ഒരുപാട് പേര് കരഞ്ഞ കഥ കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. ആരും അറിയാതെ ആ പെൺകുട്ടിയെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ പെൺകുട്ടി തിരിഞ്ഞു നോക്കി. തേജ ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിലും പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താണ്, ഏത് ബുക്ക് വായിച്ചിട്ടാണ് കരയുന്നത്? ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ തന്നെ തിരിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് തേജക്ക് ചിരിയാണ് വന്നത്. വീണ്ടും ആ പെൺകുട്ടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ ആ പെൺകുട്ടി ബുക്ക് തറയിൽ വെച്ച് തന്നെ എഴുന്നേറ്റ് പോയി. ആ പെൺകുട്ടി പോകുന്നത് കണ്ടു തേജ മറ്റൊന്നും ചിന്തിക്കാണ്ട് ആ ബുക്ക് തിരിച്ചു നോക്കി. അത് കണ്ട് തേജക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ആ ബുക്ക് എഴുതിയത് തേജയായിരുന്നു. ചിറകടികളുടെ പ്രണയങ്ങൾ എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. തേജയ്ക്ക് ഇത് കണ്ടതോടുകൂടി ചിരി അടക്കാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ തന്നെയുണ്ട്. ഒരു കൂടി ടിഷ്യൂ പേപ്പറും കൈമ പിടിച്ച് തിരിച്ചു വന്നതായിരുന്നു ആ പെൺകുട്ടി. തന്റെ ബുക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇയാൾ അത് എടുത്തു നോക്കിയെന്ന്. ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് അവനെ രൂക്ഷമായി നോക്കി ആ പെൺകുട്ടി തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടക്കവേ തേജ അവളെ വിളിച്ചു. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി. സോറി, ഞാനറിയാതെ. അവൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വെമ്പുന്നുണ്ടായിരുന്നു. പെൺകുട്ടി അവനെ നോക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അവൾ ഒന്നും പറയാതെ തന്നെ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവനാകെ ചമ്മിയ മട്ടിലായിരുന്നു. വേണ്ടായിരുന്നു എന്ന രീതിയിൽ തലയിൽ തടവിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞതും അവൻ അവിടെ നിന്ന് പോയി. വീട്ടിലെത്തിയ ശേഷം അവനൊരു ഉറക്കവും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. അവൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് അവളെ ആലോചിക്കുന്നത്? അവൾ ആരാണ്, എന്താണ് ഒന്നും അറിയില്ലെങ്കിലും ആ പെൺകുട്ടിയെ ദയനീയമായ മുഖഭാവം അവൻ്റെ മനസ്സിൽ തന്നെ തങ്ങിയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തങ്ങൾ പഠിച്ച കോളേജിലേക്ക് തേജ യാത്ര തിരിച്ചു. പഴയ ഓർമ്മകളെ പറ്റി പറഞ്ഞ് കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയപ്പോഴും അവന്റെ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ക്ലാസ്സിലേക്കായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവനും. അവിടെ അവൻ ലൈബ്രറിയിൽ വെച്ച് കണ്ട പെൺകുട്ടി ക്ലാസ് എടുക്കുന്നു. അത് കണ്ടതും അവന്റെ മുഖത്ത് അവൻ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു. വേറൊന്നും ചിന്തിക്കാതെ തന്നെ അവൻ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴാണ് അവനെ പണ്ട് പഠിപ്പിച്ച മാഷ് അതുവഴി വന്നത്. അവനെ കണ്ടത് പെട്ടെന്ന് മാഷിന് മനസ്സിലായി. തേജ മാധവ്. ഈ വിളി കേട്ട് ക്ലാസിന്റെ വാതിൽക്കലുണ്ടായിരുന്ന അവൻ തിരിഞ്ഞു നോക്കി. അവനെ കൂടാതെ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ടീച്ചർ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് നോക്കി. പെട്ടെന്ന് വന്ന മാഷി അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അവൻ തലയാട്ടുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പെട്ടെന്ന് മാഷി ചോദിച്ചു, എന്താ നിന്റെ നാവിറങ്ങിപ്പോയി? പണ്ട് എത്രയൊക്കെ സംസാരിച്ച ചെക്കനാ, ഇപ്പൊ മിണ്ടാനേ ഇല്ലേ എന്നൊരു ചോദ്യത്തിൽ അവൻ നാവ് തുറന്നു. അങ്ങനെയൊന്നുമില്ല മാഷിന് സുഖാണോ? അങ്ങനെ അവന് വായി വരുന്ന എന്തൊക്കെയോ അവനും ചോദിച്ചു തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കെ ആ ടീച്ചർ പുറത്തേക്ക് വന്നത്. അത് കണ്ടതും മാഷ് ആ ടീച്ചറെ വിളിച്ചു. മഴ. ആ വിളിയിൽ അവൻ ഒന്ന് സ്തംഭിച്ചു നിന്നുപോയി. മഴ, നൈസ് നെയിം എന്നവൻ മനസ്സിൽ പറഞ്ഞു. മാഷാണെങ്കിൽ അവളോട് ചോദിക്കുകയുണ്ടായി, ഇവനെ അറിയോ? അവളാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് ഇല്ല എന്ന ആംഗ്യത്തിൽ തലയാട്ടി. മാഷ് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് പഠിപ്പിച്ചിരുന്ന തേജ മാധവ്. ഇതും പറഞ്ഞ് അവനെ ഒരുപാട് വർണ്ണിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് അവനെ ആകെ ചമ്മലായി. അവൻ പറഞ്ഞു, ഒന്ന് നിർത്ത് മാഷേ, ഇതൊക്കെ പണ്ടല്ലേ എന്ന് പറഞ്ഞ് മാഷിന്റെ വായ അടുപ്പിച്ചു. അവന്റെ ചമ്മിയ മുഖം കണ്ട് മഴയൊന്ന് പുഞ്ചിരിച്ചു. പിന്നീട് അവൻ ചിന്തിച്ചു, മഴയ്ക്കെന്തിനാണ് മാഷെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? അങ്ങനെ അവൻ ചോദിക്കുകയുണ്ടായി, മാഷേ മഴ. നീ പറഞ്ഞ ശരിയാ, നല്ല മഴമൂടം കേട്ടിട്ടുണ്ട്. മോളെ നീ പോയിട്ട് ആ തുണിയൊക്കെ എടുത്ത് വെക്കണേ എന്നും പറഞ്ഞ് അവന്റെ തോളിൽ ദണ്ട തട്ടും തട്ടി അയാൾ അങ്ങ് പോയി. വീണ്ടും ചമ്മിയ മുഖം കണ്ടപ്പോഴേക്കും മഴയ്ക്ക് ചിരി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ അറിയാതെ തന്നെ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. തേജ അത് കണ്ട് അവളുടെ സൗന്ദര്യത്തിലും ആ ചിരിയിലും മദ്യം മറന്നു നിന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞാണ് അവൾക്ക് ബോധോദയം വന്നത്. തന്റെ മുമ്പിലിരിക്കുന്ന ആൾ തന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായതോടെ അവൾ ഓടിപ്പോയി. പിന്നീട് തേജ മഴയെക്കുറിച്ച് അറിയാനും കാണാനും സംസാരിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഇതുവരെ ബസ്സിൽ കയറാതിരുന്ന തേജ മഴ കാരണം ബസ്സിൽ കയറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മഴയുടെ അടുത്ത് തന്നെ തേജയ്ക്ക് സീറ്റ് കിട്ടി. അവൾ ആഗ്രഹിച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്.
മഴ എന്തായാലും ഇങ്ങോട്ട് മിണ്ടില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ തേജ അങ്ങോട്ട് കയറി മിണ്ടി. ആദ്യം അവൾക്ക് ഡിസ്റ്റർബായി തോന്നിയെങ്കിലും അവളുടെ ഹോബി ബുക്ക് വായിക്കലാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ കുറച്ച് ബുക്കുകളെ കുറിച്ച് പറയാൻ തുടങ്ങി. അത് കേട്ടതും അവൾക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അങ്ങനെ അവളും സംസാരിക്കാൻ തുടങ്ങി. കുറേ ബുക്കുകളെ കുറിച്ചും പാട്ടുകളെ കുറിച്ചും അവർ ഒരുപാട് നേരം സംസാരിച്ചു. ആ ബസ് യാത്രയിലായിരുന്നു അവൻ അവളിലേക്കും അവൾ അവനിലേക്കും കൂടുതൽ ഇഴുകി ചേർന്നത്. സംസാരത്തിനുടനീളം അവൾ പറഞ്ഞുകൊണ്ടിരുന്ന ബുക്കുകളൊക്കെ തേജ എഴുതിയതായിരുന്നു. അവൻ പറയണമെന്നുണ്ടായിരുന്നു ആ ബുക്കുകൾ എഴുതിയത് ഞാനാണെന്ന്. പക്ഷേ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പേടിച്ചുകൊണ്ടായിരിക്കണം അവനത് പറഞ്ഞില്ല. മഴയുടെ സ്റ്റോപ്പിൽ ഇറങ്ങി. പക്ഷേ കുറച്ചു നേരം ബസ് പിടിച്ചിട്ടത് കൊണ്ടാണ് എന്നറിയില്ല, തേജ പെട്ടെന്ന് അവളോട് ചോദിക്കുകയുണ്ടായി, നമ്പർ തരുമോ? അവൾ ആദ്യം ഒന്ന് നോക്കിയെങ്കിലും പിന്നീട് കൊടുത്തു. നമ്പർ കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടാണ് അവൻ അവൻ്റെ മുറിയിലേക്ക് കടന്നത്. കാരണം ആ മുറിയിൽ അവൻ ഒറ്റക്കായിരുന്നു. എത്തിയതും കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഫോൺ എടുത്തു. മെസ്സേജ് അയക്കണോ വിളിക്കണോ എന്ന സംശയത്തിൽ അവൻ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. കുറേ നേരം ഫോൺ കയ്യിൽ പിടിച്ച് എന്ത് മെസ്സേജ് അയക്കണം, എങ്ങനെ മെസ്സേജ് അയക്കണം എന്നറിയാൻ കുറേ വട്ടം തിരിഞ്ഞിരുന്നു. അങ്ങനെ അവസാനം അവൻ മെസ്സേജ് അയച്ചു. ഹായ്, ഐ ആം തേജ, മനസ്സിലായല്ലോ അല്ലേ എന്നായിരുന്നു ആ മെസ്സേജ്. 1 ടിക്ക് വേണു, ഡബിൾ ടിക്ക് വേണു, ബ്ലൂ ടിക്ക് വേണു. അവൾ മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരുന്നു. ഒരുപാട് നേരത്തിനൊടുവിലാണ് അവൾ മെസ്സേജ് അയച്ചത്. ആ മനസ്സിലായി എന്നായിരുന്നു മെസ്സേജ്. അത് കണ്ടതും അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ അവർ മെസ്സേജായി, കോളായി. അങ്ങനെ 2-3 ദിവസം അവർ അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. അതിനിടയിൽ അവന് വീണ്ടും വീണ്ടും അവളോട് പ്രണയം കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളോട് പറയാതെ തന്നെ അവൻ അവൻ്റെ മനസ്സിൽ പ്രണയക്കൊട്ടാരം നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ പറയുമെന്ന് അവൻ ശബ്ദമെടുത്തിരുന്നു. എന്നാ ദിവസം എന്ന് മാത്രം അവൻ അറിയത്തില്ല. അവൻ്റെ ജോലിക്കാര്യങ്ങൾ പറഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം അവൻ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഒരു കടയിൽ വെച്ച് അവൻ മഴയെ കാണുകയുണ്ടായി. അപ്രതീക്ഷിതമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ അവൻ അവളിലേക്ക് ഓടിയെടുത്തപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്ന പോലെ ഒരു മൂലയിൽ ചുരുണ്ട് കൂടിയിരിക്കുകയായിരുന്നു. അവിടെ എങ്ങും ആരുമില്ല. അവന് ഭയം തോന്നി. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു. അവളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവളൊന്നും മിണ്ടുകയില്ല. അവൾ കരയുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിത്തം അവന് അതിലേറെ ഷോക്കുകൾ ഉണ്ടാക്കിയെങ്കിലും അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായതോടെ അവനും അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് നേരം ആ ചേർത്ത് പിടിയിനിടയിൽ അവൾ തന്നെ കൈ ഒഴിഞ്ഞു. സോറി, ഞാൻ അറിയാതെ എന്നൊക്കെ പറഞ്ഞ് അവൾ വെമ്പുന്നുണ്ടായിരുന്നു. എന്തിനാ പേടിച്ച്, എന്തിനാ കരഞ്ഞ് ഒന്നും അവൾ പറഞ്ഞില്ല. പക്ഷേ അവൻ അവളെ സമാധാനിപ്പിച്ചു. കൈ ചേർത്ത് പിടിച്ചു. ബസ്സിൽ കയറി. അവർ ഒന്നും മിണ്ടിയില്ല, മൗനമായിരുന്നു. ഹെഡ്സെറ്റ് വെച്ച് അവർ രണ്ടുപേരും പാട്ട് കേട്ടു കൊണ്ടിരിക്കുകയായിരുന്നു മാത്രം ചെയ്തിരുന്നത്. ഒന്നും സംസാരിച്ചില്ല, ഒന്നും അന്വേഷിച്ചില്ല. അവളുടെ സ്റ്റോപ്പ് എത്തിയതും അവൾ ഇറങ്ങി. എന്നിട്ട് പതിയെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ കൈവീശി കാണിച്ചു. അതോടെ അവന് മനസ്സിലായി, ഒരുപാട് പ്രശ്നങ്ങളുള്ള പെൺകുട്ടിയാണിവൾ. എന്നാലും ഞാൻ ചേർത്ത് പിടിക്കും. എന്നെക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്നൊക്കെ അവൻ മനസ്സിൽ ദൃഢ നിശ്ചയമെടുത്ത് അവൻ വീട്ടിലേക്ക് പോയി. ഒരുപാട് നേരം അവളെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചന മൊത്തം. ഇന്ന് എന്തിനാ കരഞ്ഞ്, എന്തിനാ പിടിച്ച് ഒന്നും അറിയില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൾക്ക് വേണ്ടി അവൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കാനും തുടങ്ങിയെന്ന്. 2-3 ദിവസത്തിന് ശേഷം മഴ തേജയ്ക്ക് മെസ്സേജ് ഇട്ടു. സൺഡേ ഈവനിങ് 5 o'clock ലൈബ്രറിയിൽ വെച്ച് കാണാമെന്നായിരുന്നു അവളുടെ മെസ്സേജ്. അവന് എന്തോ ഒരു വല്ലാത്ത സന്തോഷവും ഉണർവുമായിരുന്നു. അന്ന് പോയതിൽ പിന്നെ നേരെ ചൊവ്വ മെസ്സേജ് അയച്ചില്ല. സന്തോഷത്തിൽ മതിമറന്നു. അങ്ങനെ ഞായറാഴ്ചയിൽ 5 മണിക്ക് അവൻ കാത്തിരുന്നു. അവൻ്റെ എല്ലാവർക്കും അവൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ച ശേഷം അവൻ റൂമിൽ നിന്ന് പടിയിറങ്ങി. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവൻ ആ ലൈബ്രറിയിലിരുന്നു. ഒരുപാട് നേരം കാത്തിരുന്നു. 5:45, 6 മണി, 6:15, 6:30 സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവൻ അത്രയും നേരം അവൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. അവൾ വന്നതേയില്ല. 10 മണി. അത്രയും നേരം അവൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അവൾ വന്നില്ല. മെസ്സേജ് അയച്ചു, വിളിച്ചു, അവൾ എടുത്തില്ല. ലൈബ്രറി അടക്കാനായി. അവനങ്ങനെ അവിടെ നിന്ന് പടിയിറങ്ങി. അവൾ വരാത്തതും ആലോചിച്ച് കുറേ നേരം ഇരുന്നു. അവൻ്റെ നെഞ്ചെടുപ്പ് ഒരുപാട് കൂടുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവൾ മെസ്സേജ് അയച്ചു, വിളിച്ചു, എടുത്തില്ല. അവനെന്തോ പേടി പോലെ തോന്നി. എപ്പോഴോ ഒരിക്കൽ സംസാരിച്ചിരിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് വീണ അവളുടെ അഡ്രസ്സ് അവൻ ഓർമ്മ വന്നു. അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൾ പടിയിറങ്ങി. മഴയുടെ വീടന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ അവിടെയാണെങ്കിൽ 2-3 അല്ല 4-5 പേര് അവിടെ കാണും. അവളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അവൻ അങ്ങോട്ട് ചെന്നു. പക്ഷേ എല്ലാം ഒരു ശൂന്യം മാതിരി. അവൾ അവിടെ ഇല്ലെന്ന മട്ടിലായിരുന്നു. എല്ലാവരും എന്നെ തന്നെ ഉറ്റുനോക്കുന്നു. അതിൽ എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീട്ടിൽ ഓരോ ചുവട് വെക്കും തോറും എൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്. മഴയുടെ ഫോട്ടോ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അടുത്തേക്ക് ചെന്ന് അവളാണെന്ന് ഉറപ്പുവരുത്തി. അതെ, അവള്
അവൾക്ക് എന്താ പറ്റിയത്? അവൻ ഒരുപാട് നേരം അവിടെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശൻ വന്നത്. അവനോട് ചോദിച്ചു, ആരാ മോനെ നീ? എവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. അവർ തിരിഞ്ഞു നോക്കി. മുത്തശ്ശനോട് പറഞ്ഞു, ഞാൻ മഴ മഴ മഴക്കൊച്ചിൻ്റെ ആരാ? അവനൊന്നും മിണ്ടിയില്ല. അവിടെയുള്ള എല്ലാവരും എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു. അകത്തു നിന്നതാ മാഷ് ഇറങ്ങി വരുന്നു. തേജ, നീ എന്താ ഇവിടെ? മാഷ് ചോദിച്ചു. അവനത് കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല, ശബ്ദിച്ചിരുന്നില്ല. അവൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നിയിരുന്നു. തേജ തേജ എന്ന മാഷ് ഉറക്കി വിളിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് തന്നെ വന്നത്. മാഷെ മാഷെ എന്താ ഇവിടെ? ഇത് എങ്ങനെയാ? അങ്ങനെ എന്തൊക്കെയോ അവൻ പിച്ചുമ്മയും പറയാൻ തുടങ്ങി. നിനക്ക് ഇവളുമായിട്ട് എങ്ങനെയാ? അവൻ അതിനൊന്നും ചെവി കൂടെ കണ്ട് ഉച്ചത്തിൽ അലറി ചോദിച്ചു, മഴക്ക് എന്താ സംഭവിച്ചേ? ഇതൊക്കെ കണ്ട് മാഷി ഒരുപാട് ഭയന്നിരുന്നു. മഴ ഇന്നലെ പോയി, ആക്സിഡന്റ് ആയിരുന്നു. അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ നാവ് ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. അവൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കുന്നത് പോലെ തോന്നി. അവനെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ്റെ ഇതെല്ലാം തോന്നലായിരിക്കണേ, സ്വപ്നമായിരിക്കണേന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം അവനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ച് കരഞ്ഞു. മഴയുടെ ഫോട്ടോ നോക്കി ഉച്ചത്തിൽ. ആളുകളെല്ലാം പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അവനെ നോക്കി പറയുന്നുണ്ടായിരുന്നു. മാഷ ആകെ പേടിച്ചു പോയി. മാഷ് അവനെയും കൊണ്ട് അകത്തേക്ക് ചെന്നു. അവനെ സമാധാനിപ്പിച്ചു. അവനതൊന്നും കേട്ടില്ല. അവസാനം മാഷ് വെള്ളമെടുക്കാൻ പോയി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. മഴയെക്കുറിച്ച് ആലോചിച്ച് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റാത്തതിൽ കുറ്റബോധം തോന്നി. എല്ലാം കൊണ്ടും കുറ്റബോധപ്പെട്ട് അവൻ തല കുനിച്ചിരുന്നു. ആകെ വിയർത്തു കുളിച്ചിരുന്നു. കരഞ്ഞ് കണ്ണ് വിങ്ങിപ്പൊട്ടിയിരുന്നു. എല്ലാം കൊണ്ടും അവന് മതിയായി. ഇപ്പോൾ തന്നെ ഭൂമി താഴേക്ക് പിളർന്നു പോയിരുന്നെങ്കിൽ എന്നാശിച്ചു. കുറേ സമയം അവൻ അവിടെ അങ്ങനെ കിടന്നു. ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ചതായിരുന്നു അവൻ്റെ ഈ പ്രണയം. കുറേ നാളുകൾ ശേഷം മനസ്സ് തുറന്ന് ചിരിച്ചത് അവളുടെ മുന്നിലായിരുന്നു. അവളായിരുന്നു എല്ലാം. ഇന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാം തീർന്നു. അവളില്ല എൻ്റെ ലോകത്തു നിന്നും. അവൾ എന്നേക്കുമായി എന്നെ വിട്ടുപോയിരിക്കുന്നു. ഒരു ദിവസമെങ്കിലും അവളെ കൂടെ അവളെ സന്തോഷിപ്പിക്കാൻ ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ ആശിച്ചു പോയി. ഒരുപാട് കുറ്റബോധം കാരണം അവൻ അവിടെ നിലത്ത് കിടന്നുറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവനെ എഴുന്നേറ്റു. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അവൻ മാത്രമായിരുന്നു ആ റൂമിൽ ഒറ്റയ്ക്ക്. പതിയെ എഴുന്നേറ്റു. അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൻ്റെ ബുക്കുകൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നു. അവൻ്റെ ഓരോരോ പ്രണയവാക്കുകളും അവൾ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്നു. അവന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് മഴയുടെ 10ൽ പഠിക്കുന്ന സ്കൂൾ ഫോട്ടോ. അവനതെടുത്തതും അതിൽ നിന്നൊരു ചാവി താഴെ വീണു. അവനതെടുത്ത് എല്ലായിടത്തും നോക്കിയപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ ഒരു ബോക്സ് കിടക്കുന്നത് കണ്ട്. പതിയെ എടുത്ത് ആ ചാവി എടുത്ത് തുറക്കാൻ നോക്കി. പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കൈ വെച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും വെച്ച് കുത്തി ചവിട്ടി പൊളിച്ചു. അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് രക്തം വന്നു. അവൻ അതൊന്നും വകവെക്കാണ്ട് നോക്കിയപ്പോഴാ അവൻ്റെ ഒരുപാട് ബുക്കുകൾ. അതൊക്കെ കണ്ട് അവന് സങ്കടം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അതിനുള്ളിൽ ഒരു ലെറ്റർ അവൻ കാണുന്നത്. എടുത്ത് വായിച്ചു നോക്കി. ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്: തേജൽ മാധവ്, എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും എല്ലാം നീയാണ്. നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കൊന്നും അറിയില്ല. പക്ഷേ നിൻ്റെ ഓരോരോ ബുക്കുകൾ വായിക്കുമ്പോഴും ഓരോരോ വരികൾ എൻ്റെ മനസ്സിൽ പുളർക്കം കൊള്ളുകയാണ്. എന്തെന്നറിയില്ല, നിൻ്റെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ജീവിക്കണമെന്ന മോഹം പോലും തോന്നി തുടങ്ങിയത്. എനിക്ക് നിന്നെ കാണണം. നിൻ്റെ ഫോട്ടോ ഒന്നുപോലും ഒരു ബുക്കിൽ കൊടുക്കുകയില്ല. നിൻ്റെ മുഖം കണ്ടിട്ടല്ല എനിക്ക് നിന്നോട് പ്രണയം തോന്നിയത്. നിൻ്റെ വരികൾ കണ്ടിട്ടാണ്. നിൻ്റെ ഓരോ എഴുത്തിലും ഓരോരോ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ നിന്നെ കാണും. അന്ന് ഞാൻ നിനക്ക് ഈ ലെറ്റർ തരും. എത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കും. നീ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കുട്ടിയായിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ നീ ഒറ്റൊരാൾ കാരണം എൻ്റെ ജീവിതം മാറി മറിഞ്ഞ കഥ അത് ഞാൻ നിന്നോട് പറയും. അത് കേൾക്കാൻ വേണ്ടി വെറും 5 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. ഐ ലവ് യു തേജൽ മാധവ്. ഇതൊക്കെ കണ്ടവൻ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. എന്നെ അറിയാതെ ഞാൻ സ്നേഹിക്കുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ച എൻ്റെ ഫാൻകൾ, എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മഴ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോര ആ കത്തുകളിൽ പടർന്നു. അവൻ്റെ കണ്ണുകളിൽ പടർന്നു. കരഞ്ഞ് തളർന്നു വീണു. ആ ബോക്സിൻ്റെ മുകളിലേക്ക് അവൻ നല്ല ചാഞ്ഞു. യെസ് ഗായ്സ്, ഇത് എൻ്റെ ആയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ചിലവർക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം. അതെല്ലാം ഓരോരുത്തരെയും മൈൻഡ് ജോലിയായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ.